എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഓണം സീരീസിൻ്റെ മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സദ്യവട്ടങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കറികളിൽ ഒന്നായ മധുരക്കറി അഥവാ പച്ചടി എന്ന് പറയും. ഇത് വന്നിട്ട് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് മാത്രം തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിൾ വെച്ചിട്ട്, അതുപോലെ മാമ്പഴം വെച്ചിട്ട് ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടുമിക്ക കാറ്ററിംഗ് സദ്യകളിലൊക്കെ വിളമ്പി കണ്ടുവരുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു തവണ നിങ്ങളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ഒരു രീതിയിൽ മാത്രമേ പച്ചടി തയ്യാറാക്കൂ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തൊലിയും മുള്ളും ഒക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു നടുഭാഗത്തുള്ളതൊക്കെ ഒന്ന് കളയണം. അതിനുശേഷം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങനെ നമ്മൾ ജ്യൂസിനൊക്കെ തയ്യാറാക്കുന്ന പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിതരിയായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നിന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ചെറിയ ചെറിയ തരികളൊക്കെ അതിനകത്ത് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ആ ഒരു പച്ചടി കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ പൈനാപ്പിൾ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ പഴുത്ത് തൊലിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത് വരുമല്ലോ, ആ രീതിയിലുള്ള പഴമാണ് നമുക്ക് ഈ ഒരു മധുരപ്പച്ചടി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇതും ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം എല്ലാം ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൈനാപ്പിൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മൾ ആ ഒരു ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പൈനാപ്പിൾ എല്ലാം നല്ലപോലെ ഒന്ന് വറ്റി വരണം. ഏത്തപ്പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേകണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 മുറി തേങ്ങ അതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അരച്ചല്ല, പൊടിച്ചാണ് എടുക്കേണ്ടത്. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മധുരപ്പച്ചടി വന്നിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഫുള്ള് നെയ്യിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് തീരെ പറ്റുന്നില്ല എന്നുള്ളവരാണെന്ന് വരികിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും നമുക്കിതിലേക്ക് ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാറ്ററിംഗ് സദ്യയിലൊക്കെ വിളമ്പുന്ന പച്ചടിയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുകയുള്ളൂ. നെയ്യെല്ലാം നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെന്നൊരിക്കൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്ക് ഈ ഒരു തേങ്ങയെല്ലാം വേണ്ടത്. അപ്പോൾ നിങ്ങൾ തിരുവിയ തേങ്ങയാണ് ഉപയോഗിക്കുന്നതെന്ന് വരികിൽ പോലും ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓണം റെസിപ്പീസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും ഞാൻ കുറച്ച് സദ്യ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടക്കക്കാർക്ക് പോലും വളരെ സിമ്പിളായിട്ട് സദ്യ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ചധികം റെസിപ്പീസൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ കാർട്ടിലോ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു നെയ്യുടെയും തേങ്ങയുടെയൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അല്ലാന്ന് വരികിൽ ആ ഒരു ചട്ടിയുടെ ചൂടിൽ കിടന്ന് വീണ്ടും ഇതൊന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിൾ എല്ലാം നല്ലപോലെ വറ്റി ഏത്തപ്പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ നമുക്ക് ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഏത്തപ്പഴമെല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കല്ലോ അഴുക്കോ മണ്ണോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വിഭവങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് ലൂസാകും. അതൊക്കെ ഒന്ന് മാറി ഒന്ന് കട്ടിയായിട്ട് വരണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടയുടെ റെസിപ്പിയിലും കുഴക്കട്ടയുടെ റെസിപ്പിയിലൊക്കെ ഞാൻ ഈ ഒരു ശർക്കരപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയെല്ലാം നല്ലപോലെ ഒന്ന് അലിഞ്ഞ് നമ്മുടെ ആ ഒരു പൈനാപ്പിളിലും ഏത്തപ്പഴത്തിലും ഒക്കെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്ത് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം നല്ലപോലെ ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു പിടി കശുവണ്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മധുരക്കറിക്ക് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് കശുവണ്ടി. ഇത് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ നെയ്യിൽ തന്നെ വറുത്ത് ചേർക്കുക. കശുവണ്ടിയെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ആ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് വന്നിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു കടുക് വറുത്തതും അതുപോലെ തന്നെ കശുവണ്ടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പച്ചടിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ചെറുതായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇലയിൽ വിളമ്പാനായിട്ടൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവില്ലാത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അത്യാവശ്യം നല്ല മധുരമുള്ള മുന്തിരിങ്ങ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചമുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറുപ്പ് തന്നെ വേണം നിർബന്ധമില്ല. പച്ചമുന്തിരിങ്ങയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് വലിപ്പമുള്ള മുന്തിരിങ്ങയാണെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി അല്ലെങ്കിൽ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.